മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന് മുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 3 പേർക്ക് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ആകെ 25 പേർ ആശുപത്രിയിലുണ്ട്. ഇതാണ് ഈ അപകടത്തിന്റെ ആഘാതം സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അവിടെ മത്സരം പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ ഈ അപകടമുണ്ടായി? അക്ഷയ, അതായത് 3 പേർക്കാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ നില ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായി നമ്മളെ ആശുപത്രി അറിയിക്കുന്നത്. കൈക്കും കൈമുട്ടിനും കാലിനും ഒക്കെയാണ് ഇവർക്ക് പൊള്ളലേറ്റിട്ടുള്ളത്. ഇവർക്ക് ചികിത്സ നൽകി വരികയാണ്. ആകെ 25 പേർ ചികിത്സയിലുണ്ട്. ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ്. ഇവർക്കെല്ലാം ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് വ്യക്തമാക്കുന്ന വിവരം. ഈ അപകടം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. തെരട്ടമലിലെ പ്രസിദ്ധമായ സെവൻസ് ടൂർണമെന്റ് ആണ്. അതിന്റെ ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരത്തിന് മുമ്പ് ഈ താരങ്ങളെ അണിനിരക്കുന്ന അതിന് മുന്നോടിയായി ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തി. സെൻട്രൽ മധ്യഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു കരിമരുന്ന് പ്രയോഗം നടത്തിയത്. മുകളിലേക്ക് പോയി പൊട്ടുന്ന അമിട്ട് മോഡലുള്ള പടക്കങ്ങളായിരുന്നു. അത് ദിശ മാറി ഈ സൈഡ് ലൈൻ അരികിലിരുന്ന ആളുകളിലേക്ക് പതിക്കുകയായിരുന്നു. അവരിലാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഗാലറിയും നിറഞ്ഞു കവിഞ്ഞ് കാണുന്ന പതിവ് കാഴ്ച, മലപ്പുറത്തെ അരീക്കോടുള്ള പതിവ് കാഴ്ച തന്നെയാണ് ഇവിടെ തെരട്ടമലിലും ഉണ്ടായത്. അത്തരത്തിൽ തിങ്ങി നിറഞ്ഞ ആളുകൾക്ക് നേരെയാണ് ഈ പടക്കം വന്ന് പതിച്ചത്. അപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഈ ആളുകളെ കൊണ്ടുപോകാനായി ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം സംയോജിതമായി നടന്നു. അങ്ങനെ എല്ലാവരും അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ശേഷം മത്സരം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ആ മത്സരം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഈ കാണികളും സംഘാടകരും തമ്മിലുള്ള മറ്റ് വിഷയങ്ങളാണ്. ടിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റ് വിഷയങ്ങളുണ്ട്. അതുമൂലം മത്സരം ഇപ്പോൾ നിർത്തിവെച്ചതാണ്. മറ്റൊരു ദിവസത്തേക്ക് മത്സരം മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരുപാട് പേർക്ക് ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ കാണികൾ ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങുകയുണ്ടായി ഈ സംഭവത്തിന് ശേഷം. അങ്ങനെയാണ് മത്സരം നിർത്തിവെച്ചിട്ടുള്ളത്. നിലവിലെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. അവരുടെ നിലയും ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അക്ഷയ, ഈ 3 പേർ ആരാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? 3 പേരുടെ ആശുപത്രി അധികൃതരെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ചികിത്സ നൽകി വരികയാണ്. അല്പസമയത്തിനകം തന്നെ വിവരം തരാം. ഇപ്പോൾ ചികിത്സയിലാണ്. ഡോക്ടർമാരെല്ലാം തന്നെ അത്തരം കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അരുൺ, ഇത് ഇപ്പോൾ ആർക്കും വലിയ പരിക്കൊന്നുമില്ല. 3 പേർക്കും മറ്റ് വലിയ അത്യാഹിതമൊന്നും സംഭവിക്കുന്ന തരത്തിലുള്ള പരിക്കില്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ കളി കൈവിട്ട കളിയായി പോയി എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കേസ്, മറ്റു നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അത് സംബന്ധിച്ച് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ? അതെ, ഇത്തരത്തിൽ സമീപകാലത്ത് സെവൻസിനെ കോട്ടം തട്ടിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടു. റഫറിമാർക്കെതിരെയുള്ള കയ്യേറ്റം, കാണികളും തമ്മിലുള്ള കയ്യാങ്കളി, അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. സെവൻസിന്റെ സുരക്ഷ പലപ്പോഴായി ചോദ്യചിഹ്നമായതാണ്. അത്തരത്തിൽ തിങ്ങി നിറഞ്ഞ് നിയന്ത്രണത്തിനും വിധേയമാകാത്ത വിധത്തിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായ ക്രമീകരണം വേണ്ടേ, കൃത്യമായ ചട്ടം വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ വഴി തെളിയിക്കുന്ന ഒരു സംഭവമായി തന്നെ, ഗൗരവതരമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് തലനാരിഴയ്ക്ക് ഒരു രക്ഷപ്പെടലാണ്. വലിയ പരിക്കുകളില്ലാതെ നമുക്ക് ആശ്വാസകരമായ വാർത്ത വന്നു. സ്ഥിതി മറ്റൊന്നെങ്കിൽ എന്നുള്ളത് അവിടെ അവശേഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള, അതായത് ഇത് വന്നു വീണത്, പടക്കം വന്ന് വീണിരിക്കുന്നത് നിൽക്കുന്ന ആളുകൾക്ക് ഇടയിലേക്കാണ്. അവിടെ ഇരിക്കുന്ന മുകളിലേക്കൊക്കെയാണ് അത് വന്നു വീഴുന്നെങ്കിൽ അവിടെ നിന്ന് ആളുകൾ എണീറ്റ് ഓടാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല അതിനിടയിൽ ഓടുന്നതിനിടയിൽ അപകടം, അങ്ങനെ കുറെ വലിയ സാധ്യതയുണ്ട്. തീർച്ചയായും അവിടെ ഇരിക്കുന്നത് പോലും അത്തരത്തിൽ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ ഗാലറിയും നിറഞ്ഞു കവിഞ്ഞാണ് ഈ സൈഡ് ലൈനിലേക്ക് ആളുകൾ എത്തുന്നത്. സാധാരണ കോർണർ ഫ്ലാഗ്, ഒരു താരം കോർണർ എടുക്കാൻ വരുമ്പോൾ കോർണർ ഫ്ലാഗിൽ നിന്ന് ആളുകൾ മാറിക്കൊടുക്കുകയാണ് പതിവ്. എന്നിട്ട് വീണ്ടും കോർണർ എടുക്കുന്നതാണ് സെവൻസ് ഫുട്ബോളിൽ. അത് നിത്യ കാഴ്ചയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രമീകരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് കൃത്യമായ മാനദണ്ഡം, ഒരുപക്ഷെ നിയന്ത്രണത്തിനും വിധേയത്തിനും അപ്പുറമാണ് ഈ കാണികൾ എണ്ണം. അത് പല പരിമിതികളും നമുക്ക് അത് നിയന്ത്രിക്കാനൊക്കെ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ പോലും കൃത്യമായ ടിക്കറ്റിങ്ങിന്റെ ടിക്കറ്റിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് ഇപ്പോൾ കാണികളും ഈ ആരാധകരും ഉന്നയിച്ചപ്പോൾ. എന്തായാലും കാൽപന്ത് കളി അത് ആഘോഷിക്കുക, അതിന്റെ ആവേശം ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുവദിച്ചുകൂടാത്തതാണ്. അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടിയിരിക്കുന്നു.